പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തി കെട്ടിക്കിടക്കുന്നതിന് ദുരിതം പേറുകയാണ് കാസർകോട്ടെ തീരദേശ ഗ്രാമങ്ങൾ. തേജസ്വിനി പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തെ പ്രദേശത്ത് മാത്രം 85ഓളം വീട്ടുപറമ്പുകളിലേക്കാണ് ഉപ്പുവെള്ളം കയറുന്നത്. കൃഷിയും ആരോഗ്യവും ശുദ്ധജലവും താറുമാറായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. നീലേശ്വരം നഗരസഭാ പരിധിയിലെ പുറത്തേക്കൈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറിയത് മൂലം പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കുന്നത്. അവരോട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഈ ഉപ്പുവെള്ളം കയറിയത് മൂലം ഈ പ്രദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ? മെയിനായി കുടിവെള്ളം. പുറത്തേക്ക് കുടിവെള്ള പദ്ധതിയാണ് 1956 മദ്രാസ് ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയത്. ഇപ്പോഴും നമ്മൾക്ക് കിട്ടുന്നത് ഉപ്പുവെള്ളമാണ് കുടിക്കാൻ വേണ്ടി. ഇപ്പം വേലിയേറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രതിഭാസമായതുകൊണ്ട് പുറത്തേക്ക് പുഴ കവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് ഈ പൈപ്പിൽ കൂടി ഉപ്പുവെള്ളം കലർന്നു. അതിപ്പോൾ കിട്ടുന്ന മാലിന്യമായ വെള്ളമാണ് കുടിവെള്ളം. അന്ന് ഒരു ആഴ്ചയിൽ 4 ദിവസം നമുക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. അതും ഉപ്പുവെള്ളം കലർന്നതാണ്. മത്സ്യത്തൊഴിലാളികളും കൂലിത്തൊഴിലാളികളും താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സമ്പന്നർ താമസിക്കാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആശ്രയമാണ് തേങ്ങ. ആ തേങ്ങയും കൂടെ ഇപ്പം ഉപ്പുവെള്ളം കയറി പിന്നെ നാശം തുടങ്ങി. അതുപോലെ കഴുങ്ങ്. അതിന് ശാശ്വത പരിഹാരം പാർശ്വവെത്തി കെട്ടുക. അതാണ് നമുക്ക് അധികൃതർ പറയാനുള്ള മെയിൻ ഉപാധി. ഈ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ട്. ഇപ്പോൾ കൊതുകിൻ്റെ ശല്യം കൂടുതലുണ്ട്. ഇപ്പം ഇപ്പോഴും കയറി കൊണ്ട് പിന്നെ വെള്ളം കെട്ടിയിരിക്കുന്നതുകൊണ്ട് കൊതുക് കൊണ്ട് കുട്ടികൾക്ക് പിന്നെ ഈ ത്വക്ക് രോഗമുള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ അടിക്കടി ഈ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് മൂലം ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലാണ്. നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൃഷിയും സ്വസ്ഥ ജീവിതവും നശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അധികൃതർ ഇടപെട്ട് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.